ഹേ ഗായ്സ്, ഞാൻ ഇന്ന് എൻ്റെ ഫാമിലിയുടെ കൂടെ കണ്ണൂർ പറശ്ശിനിക്കടവ് അമ്പലത്തിൽ പോവാണ്. ഇതാണ് എൻ്റെ ഡ്രസ്സ്. ഞാൻ അമ്മയ്ക്ക് മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അമ്മയ്ക്ക് ഇതൊക്കെ യൂസ് ചെയ്യാൻ ഭയങ്കര പേടിയാണ്. അതിനുശേഷം ഞാനും എൻ്റെ ഹെയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു. എനിക്ക് 7 വയസ്സുള്ളപ്പോൾ അമ്മ നേർന്ന ആട്ടോ എന്നെ അമ്പലത്തിൽ കൊണ്ടുപോകാമെന്ന്. ഇപ്പോൾ എനിക്ക് 19 വയസ്സായി. ഇത്രയും നാളായിട്ടും ആ നേർച്ച ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോഴാണ് ടൈം കിട്ടിയത്. അതുപോലെ ദൂരെ യാത്രയൊക്കെ പോകുമ്പോൾ ഞങ്ങൾ എപ്പോഴും ഫാമിലി ആയിട്ടേ പോവാറുള്ളൂ. ഇപ്പം ഞങ്ങളുടെ കൂടെ അച്ചാമ്മയും കൂടെ ഉണ്ട്. ഞാൻ കുറച്ച് ഹെയർ സെറം കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തേ. ഫൈനലി എൻ്റെ ഹെയർ സെറ്റായി. ഞാൻ മുടിയൊക്കെ കെട്ടി. ഇതാണ് എൻ്റെ മേക്കപ്പ് ബോക്സ്. ഞാൻ എവിടെ പോയാലും ഇത് കൊണ്ടുപോകും. ഞാൻ അതിൽ എനിക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും എടുത്ത് വെച്ചേ. ട്രെയിൻ 12 മണിക്കാണെങ്കിലും 9 മണിക്ക് അമ്മച്ചിക്ക് ഒരുങ്ങണം എന്ന് പറഞ്ഞ് അമ്മച്ചി വാശി പിടിച്ചു. എനിക്കാണെങ്കിൽ നല്ല തലവേദന ഉള്ളതുകൊണ്ട് ഞാൻ ഗുളികയൊക്കെ കഴിച്ച് സെറ്റായിട്ടാണ് പോണത്. ഞങ്ങൾ ട്രെയിനിലല്ലേ പോണത്. വെള്ളം കുടിച്ചിട്ട് ഞാൻ ഈ ചിന്തിച്ച് നിൽക്കണേ എൻ്റെ കാണാതെ പോയൊരു സോക്സ് എവിടെ പോയി എന്നായിരുന്നു. അപ്പോഴാണ് ഞാൻ എൻ്റെ കൈ ശ്രദ്ധിക്കണം ഗൈസ്, നെയിൽ പോളിഷ് ഇട്ടിട്ടില്ല. അപ്പം തന്നെ പെട്ടെന്ന് ഒരു നെയിൽ പോളിഷ് എടുത്തിട്ടു. പുറത്ത് ഓട്ടോറിക്ഷ വന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാട്ടോ ഞാൻ ഈ നെയിൽ പോളിഷ് വിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കണേ. ഫൈനലി ഇറങ്ങാൻ നിന്നപ്പം അടിപൊളി മഴയും. എൻ്റെ സോക്സ് തിരിച്ച് കിട്ടിയിരിക്കുന്നു ഗൈസ്. അങ്ങനെ ഞങ്ങൾ ആ മഴയത്ത് ഒരു വിധത്തിലായിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. അമ്മ ടിക്കറ്റൊക്കെ എടുത്തു. അപ്പോഴും ഒരു അരമണിക്കൂർ ബാക്കിയുള്ളതുകൊണ്ട് ഞങ്ങൾ നേരെ ചായ കുടിക്കാമെന്ന് വിചാരിച്ച് അങ്ങടേക്ക് പോയി. സമു എന്തോ കുർക്കുറയൊക്കെ മേടിച്ച് വെക്കേണ്ടായി. ഞങ്ങൾ ട്രെയിനിൽ കയറിയത് എല്ലാവരും ഉറക്കായി. ഞാൻ അച്ചാമ്മയുടെ കൂടെയായിരുന്നേ ഇരുന്നത്. ഞാൻ കുറച്ച് കട്ടൻ ചായയൊക്കെ കുടിച്ച് കിടന്നുറങ്ങി. അപ്പോൾ അത്രേ ഉള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.